പോത്തൻകോട് സുധീഷ് വധക്കേസിൽ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം. പിഴത്തുകയിൽ നിന്നും 1 ലക്ഷം രൂപ സുധീഷിന്റെ അന്മയ്ക്ക് നൽകണമെന്നും നിർദ്ദേശം. പിഴ അടച്ചില്ലെങ്കിൽ അധികമായി 5 വർഷം കൂടി തടവ് അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി. പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കണമെന്ന് സുധീഷിന്റെ കുടുംബം പ്രതികരിച്ചു. എൻ്റെ മോനെ എന്തിനാണ് കൊന്നെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ രണ്ട് മണിക്ക് ശേഷമാണ് എൻ്റെ മോനെ കൊന്നത്. ഇവനെയൊക്കെ 11 പേരെയും ജയിലിൽ തൂക്കിക്കൊല്ലണം. എൻ്റെ മനസ്സ് തുടിക്കും കണക്ക് അവൻ്റെയൊക്കെ അമ്മേരെയും അച്ഛൻ്റെയും അനിയത്തിമാരെയും ഹൃദയം ഇതേപോലെ നീറണം എന്നാണ് ഞാൻ പറയണത്. എൻ്റെ മോൻ എൻ്റെ ഭർത്താവ് എൻ്റെ മൂത്ത ഈ സുധീഷ് മരിക്കുന്ന സമയത്ത് 13 വയസ്സായിരുന്നു. ഈ 13 വയസ്സ് ഞാൻ ചാണാൻ ചെയ്യുന്നതാണ് എൻ്റെ 3 മക്കളും ഞാൻ ചോദിച്ചത്. എനിക്ക് പറയാൻ ഈ വിധി പൊതുവിൽ സമൂഹത്തിനൊരു നല്ല മെസ്സേജ് പാസ് ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇതിലെ പ്രതികളായിട്ടുള്ള പല ആളുകളും നിരവധിയായിട്ടുള്ള കേസുകളിൽ പെട്ട് വിചാരണ നടക്കുമ്പോൾ സാക്ഷികളെ സ്വാധീനിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രമുള്ളവരാണ്. അവർക്ക് ആ ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായത്. എന്നാൽ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഈ സാക്ഷികളെല്ലാം ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിധി അങ്ങനെ ഒരു നിരാശാജനകമല്ല. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ ഒരു വേദനയാണ് നമ്മൾ ആദ്യത്തെ പ്രതികരണത്തിൽ കണ്ടത്. എന്തായാലും ഇപ്പോൾ 11 പ്രതികൾക്കും ജീവപര്യന്തം കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ. ശ്രുതി, 2021 ഡിസംബർ മാസം 11-ാം തീയതി ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഈ പോത്തൻകോട് കല്ലൂരിൽ വെച്ച് ഈ സുധീഷിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ വലതുകാൽ വെട്ടിയെടുത്തുകൊണ്ട് ഈ അക്രമി സംഘങ്ങൾ കല്ലൂർ ജംഗ്ഷനിൽ വന്ന് ആഹ്ലാദിച്ചുകൊണ്ട് വലിച്ചെറിയുന്ന കാഴ്ച, അത് ഒടുവിൽ പ്രതികളെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു 3-ാം കണ്ണ് എന്ന് വേണം പറയാം. നമുക്കൊരു CCTV ദൃശ്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അത് തന്നെയാണ് ഇന്നത്തെ ഈ കേസിൽ ഏറെ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറിയത്. ഇന്നിപ്പോൾ ഈ 11 പ്രതികൾക്ക് നെടുമങ്ങാട് SC/ST കോടതി മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള ഷാജകൻ ഈ 11 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇതിൽ കൂടാതെ ഈ കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മ ലീലയ്ക്ക് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നഷ്ടപരിഹാരം നൽകിയില്ല എങ്കിൽ അധികമായിട്ട് 5 വർഷം കൂടി തടവ് ശിക്ഷ കൂടി അനുഭവിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും വലിയൊരു വാദപ്രതിവാദങ്ങൾ ഇന്ന് 11 മണിക്ക് കോടതി ആരംഭിച്ചത് മുതൽ ഉണ്ടായിരുന്നു. പ്രധാനമായും 5 വക്കീലുകളാണ് ഈ 11 പ്രതികൾക്കായിട്ട് ഇന്ന് കോടതിയിൽ ഹാജരായത്. അതിൽ ഒരാൾ രഞ്ജിത്ത് മാരാരാണ്. അദ്ദേഹം ഓൺലൈൻ വഴിയാണ് ഈ പ്രതികൾക്കായി ഹാജരായത്. ഇതിൽ സൂചിപ്പിക്കേണ്ടുന്നത് ഈ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ഒട്ടകം രാജേഷ്, അദ്ദേഹം 18 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ 18 കേസുകളിലും ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ കേസിലുണ്ട്. കാരണം ദീർഘകാലമായി പല കേസുകളിൽ ഇദ്ദേഹം ക്രിമിനൽ കേസുകളിൽ പ്രതിയായെങ്കിൽ തന്നെ പല സാക്ഷികളെയും സ്വാധീനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ കേസിലും തുടക്കം മുതൽ അതുണ്ടായിരുന്നു. കാരണം 2021 മുതൽ വിചാരണ തുടങ്ങിയ കാലം മുതൽ തന്നെ പ്രോസിക്യൂട്ടറെയും അന്വേഷണ സംഘത്തെയും അടക്കം ഭീഷണിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ സാക്ഷികളെ അടക്കം കോടതിയിൽ വന്ന സാക്ഷികളെ അടക്കം ഭീഷണിപ്പെടുത്തി തിരിച്ച് വീട്ടിലേക്ക് മടക്കി അയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ കേസിൽ മുഴുനീളമുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയൊരു ത്രെഡിനെ അല്ലെങ്കിൽ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയായ ഡോക്ടർ ഗീനാകുമാരി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. അതിലുപരി ഈ കേസിന്റെ തുടക്കത്തിൽ ഒട്ടകൻ രാജേഷിനെ പിടിക്കാനായിട്ട് കടന്നുപോയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബാലു, അദ്ദേഹം ഈ കായലിലെ തുരുത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ വലിയ ഏറെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ ഈ കേസിൽ സംഭവിച്ചു. ഒട്ടേറെ വിയോഗങ്ങൾ, ഈ 2 കൊല്ലപ്പെട്ട സുധീഷിന് പുറമെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം കൂടി ഈ കേസിൽ സംഭവിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 3.5 കൊല്ലമാകുമ്പോൾ കേസിൽ 11 പ്രതികളെ ഇപ്പോൾ ശിക്ഷിക്കുകയാണ്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുമ്പോൾ തന്നെ ഇതിൽ പ്രധാനമായും കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഒരു കൊലയ്ക്ക് പുറമെ അദ്ദേഹത്തിന് കാലിനെ വെട്ടിയെടുത്തുകൊണ്ട് തൊട്ടടുത്തൊക്കെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു വീട്ടിൽ വന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നത് പ്രതികൾ. അതിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിച്ചേരുന്നുണ്ട്. ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ശിക്ഷാ ശ്രുതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്.